നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോകുന്നിടത്തൊക്കെ ഇതും കൊണ്ട് വലിഞ്ഞിറങ്ങിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. എടി തകർക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇനി എന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത്. ഇടപെട്ട നീ എന്ത് ചെയ്യടി? അമ്പിളി നിർത്ത്. ഇവളുടെ വായിന്ന് കേട്ടൊക്കെ പോരെ നിനക്ക്. കേൾപ്പിച്ചതല്ല, പറയിപ്പിച്ചതല്ലേ. എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ ഇവര്. എന്നിട്ടിപ്പോ എനിക്കായ കുറ്റം. നീ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ പോ. പോകേണ്ടത് ഞാനല്ല, നിങ്ങളാ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ മിണ്ടും. അതെ, എനിക്ക് വേണ്ടി മിണ്ടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കും. എന്നെ ഈ തറവാട്ടിന് മിണ്ടാതെ ഇറക്കി വിടാൻ പറ്റില്ല. വേണ്ട, നീ പോണ്ട. പോണ്ടത് ഞാനാ. ഞാൻ പോയിക്കോളാം. രഘുവേട്ടാ, അമ്പിളി മോളെ എടുത്തോ. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. പോയി എടുക്ക. ചെല്ലമ്പിളി. എന്തിനാ ദേ രഘുവേട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇപ്പൊ ഒറ്റ നിമിഷം കൊണ്ട് തീർത്ത് കളഞ്ഞല്ലോടി നീ. ചേരു, എങ്ങനെയെങ്കിലും അവര് പോകുന്നത് തടയണം. വാ വാ. അമ്പിളി ചേച്ചി, ചേച്ചി, അമ്പിളി ചേച്ചി എന്നെ കാണിക്കുന്നേ. പറയുന്ന കേക്ക്. പോവല്ലേ. ദയയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയുന്നതല്ലേ? അറിയാനു. ആ സ്വഭാവം അവള് രഘുവേട്ടനോടും കാണിച്ച ഞാൻ കണ്ടു നിൽക്കണോ? അനു, അമ്പിളി ചേച്ചി, രഘുവേട്ടനെ ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ചേച്ചി അങ്ങനെ ചാടി പുറപ്പെടല്ലേ. ഞാൻ പുറപ്പെട്ടതല്ലോ. രഘുവേട്ടൻ എന്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞതല്ലേ. ചേച്ചി ചേച്ചി പറയുന്നു. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചി, ചേച്ചി ചേച്ചി, രഘുവേട്ട പ്ലീസ്. നിങ്ങൾ പോയാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ എങ്ങനെ കഴിയും രഘുവേട്ട? അമ്മാവൻ ഇങ്ങോട്ട് അയക്കാനും നിങ്ങളോട് തനിച്ചാക്കാൻ അമ്മാവൻ തയ്യാറാവില്ലല്ലോ. നിങ്ങളിപ്പോ പഞ്ചരംഗത്തിലേക്ക് തിരിച്ചു പോയാൽ അച്ഛനെല്ലാം അറിയില്ല രഘുവേട്ട. അത് അച്ഛനെ കൂടുതൽ സങ്കടപ്പെടുത്തല്ലേ ഉള്ളൂ. കുറ്റപ്പെടുത്തി ഞങ്ങൾ അമ്മാവനോടൊന്നും പറയാതിരുന്നാ പോരെ. പലതുകൊണ്ട് എനിക്കിവിടെ പറ്റുമെന്ന് തോന്നില്ല. അതാ ഞാൻ പോകുന്നത്. രഘുവേട്ട